ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായിരുന്നു. ഇനിയിപ്പം 3 ടീമുകൾ മാത്രമാണ് വേൾഡ് കപ്പിൽ അവശേഷിക്കുന്നത്. 2 യൂറോപ്യൻ ടീമുകളും ഒരു സൗത്ത് അമേരിക്കൻ ടീമും അവശേഷിക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി ഒരു ടീമിന് പുറത്ത് പോകേണ്ടി വരും. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മത്സരത്തിലെ പരാജയപ്പെടുന്നവർക്ക് ഇന്ന് പുറത്ത് പോകേണ്ടി വരും എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് പ്രമുഖ ബ്രസീലിയൻ ജേർണലിസ്റ്റായ ആന്ദ്രേ റിസിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിയൻ മാധ്യമമായ സ്പോർട്ട് ടിവിയുടെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആന്ദ്രേ റിസിക്ക്. അദ്ദേഹം പറഞ്ഞത് ഈ വേൾഡ് കപ്പിൽ ഇനി താൻ സപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീനയെയാണ്. അർജന്റീന ഈ കിരീടം നേടണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അർജന്റീന ഒരു സൗത്ത് അമേരിക്കൻ ടീമാണ്. താൻ സൗത്ത് അമേരിക്കയെ പിന്തുണക്കുന്നു. ഇത്തവണത്തെ വേൾഡ് കപ്പ് സൗത്ത് അമേരിക്ക തന്നെ നേടണം എന്നാണ് ആന്ദ്രേ റിസിക്ക് പറഞ്ഞിട്ടുള്ളത്. ബ്രസീൽ പുറത്തായ സ്ഥിതിക്ക് സൗത്ത് അമേരിക്കൻ രാജ്യമായ അർജന്റീനയെ താൻ പിന്തുണക്കുന്നു എന്നാണ് ഈ ബ്രസീലിയൻ ജേർണലിസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ബ്രസീലും അർജന്റീനയും വലിയ ചിരവൈരികളാണ്. പക്ഷേ സൗത്ത് അമേരിക്ക എന്ന ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഇപ്പോൾ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാൻ ആന്ദ്രേ റിസിക്ക് തയ്യാറായി, ഈ ബ്രസീലിയൻ ജേർണലിസ്റ്റ് തയ്യാറായി എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തോടുകൂടി അർജന്റീനയുടെ ഭാവി നമുക്ക് വ്യക്തമാകും. ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ഒരു മത്സരം കളിക്കേണ്ടി വരും. അവിടെ ഫ്രാൻസാണ് അവരുടെ എതിരാളികളായിക്കൊണ്ട് വരിക. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു കിടിലൻ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.